ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? അപ്പൊ എവിടെയാണോ റേറ്റിംഗ് കൂടുതൽ അത് കൊടുക്കാൻ മാധ്യമങ്ങൾ ഇങ്ങനെ മത്സരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അരി വാങ്ങിക്കേണ്ട കാര്യം അതായതുകൊണ്ട് ഇപ്പൊ സന്തോഷ് സാറിനെ പോലെ നമുക്ക് പരസ്യമില്ലാതെ നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു മാജിക് അറിയാത്തത് കൊണ്ട് നമ്മൾ അത് കൊടുക്കാൻ നിർബന്ധിതരാകുന്നു. അപ്പോൾ ഏറ്റവും തറയായിട്ട് കളിക്കുന്നവന് വ്യൂവർഷിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ നിലവാരത്തിൽ കളിക്കാൻ ഇറങ്ങിയവനും കൂടെ തറയാകാൻ തീരുമാനിക്കുന്നു. അതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു. ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു കണ്ടന്റിന് കിട്ടുന്ന സ്വീകാര്യത നിലവാരമുള്ള കണ്ടന്റ് ഉണ്ടാവുന്നില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. പുതിയ ചിന്തകളിലേക്ക് ന്യൂസ് ചാനലുകൾ മാറണം. അതെന്നെ വർത്താനം പറഞ്ഞു വെച്ചു പോയി. എന്റർടൈൻമെന്റ് ചാനലുകളാണെങ്കിൽ സീരിയലുകൾ നിർബന്ധമായി ഓടിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് ന്യൂസ് ചാനലാണെങ്കിൽ ലൈവ് ന്യൂസ് അല്ലെ തത്സമയ സംപ്രേഷണം നടക്കുന്ന ചാനലുകൾ മാത്രം ഓടുന്നൊരു സമയത്ത് ഇതൊന്നുമല്ലാതെ ഒരു ചാനൽ നടത്താമെന്ന് ഞാൻ കാണിച്ചു തന്നതാളാ. ഞാനത് ചോദിക്കരുതായിരുന്നു. ന്യൂസ് ചാനലുകളെല്ലാം ഏതാണ്ട് ഒരേ വഴിയെ പോകാൻ ആഗ്രഹിക്കുന്നവരാ. അതാണ് അതിനകത്ത് ഒരു പ്രധാന പ്രശ്നം. വഴിയൊന്ന് മാറിപ്പോകുന്നതിനെ കുറിച്ചുകൂടെ നമ്മൾ ചിന്തിക്കണം. അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. ലൈസൻസോടുകൂടി നടത്തുന്നതാണ് പത്രങ്ങളും ടെലിവിഷൻ ചാനലുകളും ഒക്കെ. ആ മാധ്യമങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയുടെ നിലവാരത്തിലേക്ക്, സോഷ്യൽ മീഡിയയിലെ പ്രൊഫഷണൽ അല്ലാത്ത എന്ത് കാണിച്ചും വ്യൂവർഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുമായിട്ട് മത്സരിക്കുന്നവരായി മാറുന്നോന്ന് എനിക്ക് സംശയം. പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും വളഞ്ഞായിരിക്കത്തുള്ളൂ. കുന്തിരിക്കാൻ എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത്. മാധ്യമപ്രവർത്തകർക്ക് സമൂഹം കൊടുത്തിരുന്ന ഒരു വിലയുണ്ട്. അതൊരു സിവിൽ സർവീസ് IAS-കാരനും മേലെയാണ്, ഒരു മന്ത്രിക്കും മേലെയാണ്, മുഖ്യമന്ത്രിക്കും രാഷ്ട്രപതിക്കും മേലെയാണ്, ജുഡീഷ്യറിക്കും മുകളിൽ അഭിപ്രായം പറയാൻ കഴിയുന്ന ആളുകളാണ് മാധ്യമങ്ങൾ എന്ന് മനുഷ്യൻ വിശ്വസിക്കുന്നു. 100% ഞാൻ യോജിക്കുന്നു. ചപലതയും ഈ പറഞ്ഞ ബഹളം വയ്ക്കലും കോമാളിത്തരവും ക്യാമറയ്ക്ക് മുമ്പിലും മൈക്കിൻ്റെ മുമ്പിലും ചെയ്യുന്ന ആളുകളായി അധപ്പതിക്കരുത് എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചുകൊണ്ടിരിക്കണം. താങ്ക് യു. ആസ് എ ഇന്ത്യൻ അല്ലെങ്കിൽ ആസ് എ ബ്രൗൺ പാസ്പോർട്ട് ഹോൾഡർ നമുക്ക് ട്രാവൽ എപ്പോഴും നമുക്ക് പ്രിവിലേജ് മാത്രമാണല്ലോ ട്രാവൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? എന്താ എൻ്റെ ഉദ്ദേശം? അത് സ്വാഭാവികമാണല്ലോ. ഇപ്പോൾ ഓരോ രാജ്യത്തിനും മറ്റു രാജ്യങ്ങളെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാവും. ഈ ദിവസങ്ങളിൽ ഇൻവേർട്ടഡ് കോമയിൽ ഒരു പാകിസ്ഥാനിൽ നിന്ന് ഒരാൾ വിസയ്ക്ക് അപേക്ഷിക്കുമ്പം ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രാലയം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് വ്യത്യസ്തമായ രീതിയിലായിരിക്കില്ലേ അതിനെ സമീപിക്കുക. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കും. ഓരോ രാജ്യത്തിന് അവരുടെ പോളിസികളുണ്ട്. ആ പോളിസി ആ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അല്ലാതെ യാത്ര ചെയ്ത് വരുന്ന ഒരാളുടെ നന്മയ്ക്ക് വേണ്ടിയോ ആ രാജ്യത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടിയോ അല്ല ഒരു രാജ്യവും നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. സന്തോഷായി, നല്ല സന്തോഷായി. എടാ നിനക്ക് വേറെ പണിയില്ലേ ഈ എന്റെ സൽവാനക്കായിട്ട് വർത്താൻ പറഞ്ഞു? അമേരിക്കൻ നിയമം ഉണ്ടാക്കുന്ന അമേരിക്കൻ പൗരന്മാരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയും അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ്. അല്ലാതെ അവിടേക്ക് ഇന്ത്യയിൽ നിന്ന് യാത്ര ചെയ്യുന്ന ഒരാളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല അവിടുത്തെ ഒരു നിയമവും. വേണ്ടായിരുന്നു. ഇന്ത്യയുടെ നിയമവും അങ്ങനെ തന്നെയാണ്. ഇന്ത്യൻ പൗരന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇന്ത്യൻ നിയമങ്ങളെല്ലാം. ഒത്തില്ല. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല.